എന്നിട്ട് ചെയ്യാനാണ് ഇനി ഈ ഭാഗത്ത് നമ്മൾ ഉപയോഗിക്കുക. അപ്പം നല്ല ഫുൾ മണിയാട്ടാ പോലെയാ കണ്ടോ, കൊമ്പും ചില്ലും കണ്ട. അതും നമ്മൾ മുന്നേ അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അരിഞ്ഞതിന് ശേഷം കഴിഞ്ഞു നമുക്ക് വീട്ടിൽ പോകാട്ടാ. 1-2 ഇലകൾ കളഞ്ഞാൽ മതി. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് പോവാം. വയോട്ടാ. നമ്മുടെ ഉണ്ടല്ലോ മയിൽപ്പീല ചീര നോക്കിയേ, ഞാൻ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പേളിക്കുട്ടിക്ക് ഇപ്പോൾ എന്നിട്ടാ പറയുക, അവളുടെ മക്കളുടെ കാര്യങ്ങളൊക്കെ കുറച്ച് കഴിച്ചിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത്. പക്ഷേ അവൾക്ക് നമ്മുടെ പിന്നാലെ നടക്കണം. ഞാൻ കെട്ടിയിടുന്നുണ്ട്, പക്ഷേ വേഗം തന്നെ വന്ധ്യാരണം ചെയ്യണം. ചെയ്ത് കഴിഞ്ഞ് പിന്നെ അവൾക്ക് ഇങ്ങനെ നടക്കാമല്ലോ. നമ്മൾ പറമ്പിലേക്ക് ഒരുമിക്ക് അവിടെ നിന്ന് കരയാ പൈസ വിട്ടതാ. അപ്പോൾ ഇതാണ് കേട്ടോ മൈപ്പിലിച്ചീര. നല്ല ഹൈറ്റ് വരുന്നുണ്ട് മൈപ്പിലിച്ചീര. ഇത്ര ഹൈറ്റൊന്നും വരില്ല എന്ന് തോന്നുന്നു. നമ്മളോട് എല്ലാ ചീര അങ്ങനെ തന്നെയല്ലേ. അപ്പം ഞാനേ മുന്നത്തെ നമ്മുടെ പാൽച്ചീരയും നിർത്തിയ പോലെ തന്നെ മയിൽപ്പീലി ചീരയുടെയും വിത്തുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഒരു 3-4 കട നിർത്തിയിട്ടുണ്ട്. ഇതിൽ നിന്ന് ഇന്ന് കുറച്ച് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ഞാനേ രാവിലെ കഞ്ഞിക്ക് നമുക്കിവിടെ കൂടുതൽ രാവിലെ കഞ്ഞിയാട്ടെ. അപ്പം എന്നോട് എല്ലാവരും ചോദിക്കുന്നുണ്ട്, സ്മിത എന്നും കഞ്ഞിയാണോ രാവിലെയെന്ന്. പക്ഷെ ഞാൻ ഷായിന് രാവിലെ എന്നും കഞ്ഞിയാണ്. പക്ഷേ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പുട്ടോ അല്ലെങ്കിൽ ദോശയോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവർക്ക് വേണ്ടി ഉണ്ടാക്കും കേട്ടോ, വെള്ളയപ്പം അങ്ങനെയുള്ളതൊക്കെ. പക്ഷെ ഞങ്ങൾക്ക് രാവിലെ കഞ്ഞി കുടിച്ചാലും അവിടെ സുഖമുള്ള. പേളിക്കുട്ടി നട്ടയിലൊന്ന് ചവിട്ടരിക്കോട്ടാ. നമ്മളെ കൂടെ പേളിക്കുട്ടി ഇങ്ങോട്ട് വരുമ്പോൾ പേളിക്കുട്ടിയുടെ മക്കൾ അവിടെ ഇരുന്ന് നോക്കുന്നുണ്ട്. അവർക്കൊരു പിടുത്തം കിട്ടിയിട്ടില്ല എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളത്. കുറച്ചുകൂടി കഴിഞ്ഞാൽ അവർ നമ്മുടെ പിന്നാലെ ഓടുന്നുള്ളത് ഉറപ്പാണ്. പിന്നെ ഞാനൊരു കാര്യവും പറയട്ടെ, നമ്മുടെ വിയറ്റ്നാമേറിൽ നമ്മൾ പറയാറുണ്ടല്ലോ കൊല്ലത്തിൽ 3 പ്രാവശ്യം ഇങ്ങനെ ചക്ക ഉണ്ടാവുമെന്ന്. ഇപ്പോൾ ഒരു സ്റ്റെപ്പ് ചക്ക ഉണ്ടായി കഴിഞ്ഞു. ഇപ്പോൾ ഇതാ രണ്ടാമതും ഇതാ ചക്ക പൊടിഞ്ഞു തുടങ്ങി. ഇതൊക്കെ ഇപ്പോൾ പുതിയതായിട്ട് ഇപ്പോൾ ഇതാ നമുക്കറിയാം, നമ്മൾ ഇന്നാളെന്ന് പറയണ പോലെയാണ് നമ്മൾ ചക്കയൊക്കെ ഇട്ട് അവസാനിപ്പിച്ചത്. ഇപ്പോൾ കണ്ടോ നിറച്ച് പുതിയ പൊടിപ്പൊക്കെ വന്ന് അതിൽ വയ്ക്കും. പിന്നെ ഇതാ ഈ തുമ്പത്തായാലും എന്താ ഇത്രയ്ക്കൊക്കെ ആയി. ഇനി നമുക്ക് പറമ്പിലേക്ക് ഇറങ്ങണം. ആ പറമ്പിലേക്കൊക്കെ പോകണം. കുറേ ഉണ്ടായിട്ടൊന്ന് ചെയ്യാനൊക്കെ ഇടാം. പറമ്പിൽ കുറേ നാളെ പേളി മക്കൾ വന്നാൽ പിന്നെ നമ്മൾ ആ പറമ്പിലേക്ക് പോകാറേ ഇല്ലാത്ത പോലെയാണ്. കാരണം ഇവരുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ നമുക്ക് അങ്ങോട്ട് പോകുമ്പോഴേ സമയം ഭയങ്കര കിട്ടണില്ല. തീരെ ഒരു കാര്യത്തിന് സമയം കിട്ടാത്ത പോലെ. ഇപ്പോൾ ഇത് നമ്മുടെ സുന്ദരിച്ചീരയായിട്ടത് നമ്മൾ ഫുള്ള് വെച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഇപ്പുറത്ത് വെച്ചിട്ടുള്ളത് ബ്ലാത്താങ്കര ചീരയാണ് ഇത് വെച്ചിട്ടുള്ളത്. പിന്നെ ഈ സൈഡിൽ ഫുള്ള് വെച്ച് കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഇപ്പം അരിഞ്ഞിട്ടുള്ള നമ്മുടെ മയിൽപ്പീലി ചീര കേട്ടോ. അതിൻ്റെ ഇപ്പുറത്ത് വെച്ച് കൊടുത്തിട്ടുള്ളത് നമ്മുടെ പാലക്കച്ചീര. അപ്പം ഇനി ഇതൊക്കെ കഞ്ഞി എന്താ പറയുക തോരൻ വെച്ചേ എന്നിട്ട് നമ്മുടെ അവിടുത്തെ പറമ്പിലും അതുപോലെ ഇവിടുന്ന് ചോളം ഒക്കെ പൊട്ടിക്കാനൊക്കെ ഉണ്ടെന്ന്. പിന്നെ നമുക്ക് കമൻ്റ് ഇടാനായിട്ട് ഞാനിപ്പോൾ വൈകണേൻ്റെ കാരണം എന്ന് പറയുന്നത് എന്നിട്ടെന്നറിയോ, എനിക്ക് സമയക്കുറവിൻ്റെയാണ്. സാധാരണ എനിക്ക് അങ്ങനെ ഒരു സമയക്കുറവ് വരാറില്ല. പക്ഷേ ഇപ്പം എനിക്ക് ഭയങ്കര സമയക്കുറവുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കമൻ്റ് ഇടാനായിട്ട് അപ്പോഴത്തെ കമൻ്റ് ഇടാം. കാരണം നമ്മൾ 5 മണിയിലത്തെ വീഡിയോയിൽ പോണേ ആ സമയത്ത് പറഞ്ഞാൽ കൂടുതലും നമ്മുടെ പേളിക്കുട്ടികൾ മക്കളൊക്കെ പുറത്തായിരിക്കും. അപ്പോൾ അവർക്കൊന്നുകൂടി തിന്നാനൊക്കെ കൊടുത്ത് കൂട്ടിയ കയറ്റുന്ന ടൈമോ അങ്ങനെയുള്ളൊരു ടൈമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അപ്പോൾ തന്നെ കമൻറ്റിന് മറുപടി തരാത്തത്. ഏതായാലും അടുത്ത വീഡിയോ ഇടാറാകുമ്പോഴേക്കും ഞാൻ എല്ലാ കമൻറ്റിനും മറുപടി തരുന്നുണ്ട് കേട്ടോ. തരൂട്ടാ. നമുക്ക് കുറച്ച് ചോളം പൊട്ടിക്കാറായിട്ടുണ്ട്. ഈ 2 വരി ചോളം. അപ്പോൾ ഇതൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് കേട്ടാ. പിന്നെ നമുക്ക് വേറെ ഒത്തിരി പച്ചക്കറികൾ വേറെ ഉണ്ട് പൊട്ടിക്കാൻ.
ഈ കവറൊക്കെ നമ്മൾ കഴുകി വയ്ക്കും, കഴുകി ഉണക്കി എടുത്ത് വയ്ക്കും. എന്നിട്ട് അടുത്ത വട്ടം ഇടേണ്ടി വരുമ്പോൾ വീണ്ടും ഈ കവർ തന്നെയായിട്ട് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ നമ്മുടെ ചോളം പൊട്ടിച്ചായി കഴിഞ്ഞു. ഞാൻ ഒരു ചോളം ഇതിൽ നിന്ന് പൊളിച്ച് കാട്ടിത്തരാം കേട്ടോ, ഇതെങ്ങനെയാണ് ഇരിക്കണേന്നുള്ളത്. നിറച്ച് മണിയുണ്ടാവും. ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ചോളം നമ്മുടെ കോഴികൾക്ക് കൊടുക്കണ ചോളത്തിൽ നിന്നാണ് നമ്മൾ പാവണേന്ന്. കണ്ട നല്ല ഫുൾ മണിയാട്ടാ. എന്താ ഒരു മുടി ഇതേപോലെ. ഇത് നല്ല ചള്ളിലായാലൂലേ നമുക്കിത് ഫുള്ള് കടിച്ചു തിന്നാട്ടാ, അത്രയും ടേസ്റ്റ് ആ സമയത്ത് കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ചോളം പൊട്ടിക്കൽ കഴിഞ്ഞു. ഇനി നമ്മുടെ വഴുതനങ്ങ, ഒരു പുതിയ മോഡൽ വഴുതനങ്ങ ഉണ്ട്, ഞാനത് കാട്ടിത്തരാട്ടാ, അത് പൊട്ടിച്ചെടുക്കാം. അയ്യോ നമ്മുടെ ഓറോടെ കിടക്കട്ടെ, അത് കഴുകിയെടുക്കേണ്ടതാണേ. നമുക്ക് ആ വഴുതനങ്ങ പൊട്ടിക്കഴിഞ്ഞ് ഇതാണ് കേട്ടോ നമ്മുടെ വഴുതനങ്ങ. കണ്ടാ ഒരു 1.5 അടി നീളം കേട്ടോ ഈ വഴുതനങ്ങയ്ക്ക്. അപ്പോൾ ഈ ഒരു വഴുതനങ്ങയാണ് ഞാൻ വിത്തിന് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് പഴുത്ത് ഇവിടെ വരട്ടേന്ന് വെച്ചിട്ട് നിർത്തി വെക്കുന്നതാണ്. ബാക്കിയുള്ളത് നമുക്ക് പൊട്ടിച്ചെടുക്കാം. ഇവിടെ ഉണ്ട് 2 എണ്ണം പൊട്ടിക്കാൻ. പിന്നെ നോക്കിയേ ഇതിൻ്റെ ഉപ്പുറത്ത് നമ്മുടെ കറുപ്പ് വഴുതിരിങ്ങ, അതുപോലെ 2-3 എണ്ണം പൊട്ടിക്കുക. അപ്പം അതുകൊണ്ട് പൊട്ടിച്ചെടുക്കട്ടെ. പിന്നെ എന്താ പറയുക, നമ്മുടെ കുക്കുമ്പർ നന്നായി വലുതായി. വെള്ളരിക്ക പോലെ നമുക്ക് കറി ിട്ട് വയ്ക്കാം, ആ ഒരു വലുപ്പമായിട്ടുണ്ട് നമ്മുടെ കുക്കുമ്പർ. ഞാൻ തുടക്കം പൊട്ടിക്കാണ്ട് നിർത്തി, ഇത് വിത്തിന് എടുക്കാമെന്ന് വെച്ചിട്ട്. പിന്നെ എനിക്ക് തോന്നി വേണ്ട, കുക്കുമ്പർ നമുക്ക് നല്ല തൈകളൊക്കെ മേടിക്കാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മളത് വിത്താക്കി ചെയ്യണ്ടെന്ന് വെച്ചിട്ടേ അതാണ്. അപ്പോൾ ഇന്നെനിക്ക് വെള്ളരിക്ക പോലെ പരിപ്പിലൊക്കെ ഇട്ട് വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റും ഉണ്ട് ഇങ്ങനെ കുക്കുമ്പർ മൂത്തിട്ട്. പിന്നെ താഴെ ഉണ്ട് ഒരാൾ. എന്താ അപ്പം ഇന്ന് നോക്കി നമ്മൾ ഇത്രയും സ്ഥലങ്ങളായിട്ട് പൊട്ടിച്ച് നോക്കണേ. നമ്മുടെ നീളമുള്ള നമ്മുടെ വഴുതിനിങ്ങ അവരാണ് ഏറ്റവും പ്രത്യേകത. ഇപ്പോൾ പിന്നെ നമ്മുടെ ചോളം അത് ഞാൻ കാട്ടി തന്നല്ലോ. പിന്നെ കിട്ടിയപ്പോൾ നമുക്ക് അയ്യോ ഇനി ഞാനുണ്ടല്ലോ നമ്മുടെ അവിടുത്തെ പറമ്പിൽ പോവാട്ടെ. അപ്പോളേ ചെറിയൊരു മഴക്കാറൊക്കെ ഉണ്ട്, അത് കാരണം കുടം കൂടി എടുത്ത് പിടിച്ച് പോണേ. ഇത് നമ്മുടെ മുളക് അറിയാം, നമ്മൾ കുറേ പ്രാവശ്യം പൊട്ടിച്ചിട്ടുള്ളൊരു മുളകാണ്. ലാസ്റ്റ് മുളക് പൊട്ടിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇത് മുളകൊന്നും ഉണ്ടാവില്ല, നമ്മളത് കളയുന്നു. അപ്പോൾ ചില കടയുമ്പോൾ കുറച്ച് പച്ച മുളകുണ്ട്, അത് നമ്മൾ പൊട്ടിച്ചെടുക്കും. ബാക്കി ഈ സ്ഥലമൊക്കെ വൃത്തിയാക്കൂട്ടാ. ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പറമ്പിൽ നമ്മുടെ ഓരോ ഭാഗം വൃത്തിയാക്കലാണ്. കാരണം മുളകിൻ്റെ ഭാഗം, പിന്നെ ചീര. ഇപ്പോൾ ഇതിൻ്റെ കടയ്ക്ക് ചീര നോക്കിയേ, കണ്ട ഇതൊന്നല്ല, ഇതിനേക്കാളും വലിയ ചീരകൾ നമുക്ക് അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാനതൊക്കെ കാട്ടിത്തരാം. അപ്പോൾ അതിന് മുന്നേയിട്ട് ഇവിടെ ഒന്ന് വൃത്തിയാക്കി കൊടുത്താലേ ഷായേട്ടിന് ഇവിടെ കളച്ച് മണ്ണൊക്കെ ഒന്ന് കൊത്തിയിളക്കി ഇടാം. അപ്പോൾ ഉള്ള നല്ല പച്ചമുളകുകളൊക്കെ പൊട്ടിക്കും, ബാക്കിയുള്ളതൊക്കെ വലിച്ചു കളയും കേട്ടോ. മുളക് ഉണ്ടാവണില്ല എന്നുള്ളോട്ടാ, കാരണം അത്രയും മുളക് ഉണ്ടാവേണ്ട ടൈം കഴിഞ്ഞു, അതുകൊണ്ടാണ് ഉണ്ടാവാത്തത്. പക്ഷെ ഇവരുടെ ചില്ലകൾക്ക് നല്ല ബലം. നമ്മുടെ മേലൊക്കെ കൊണ്ടാലേ ചിലപ്പോൾ മേലെ കോറുള്ളൂ. ഇത് മിക്ക അത്യാവശ്യം മുളകുണ്ട്. അപ്പോൾ ഈ കടയൊന്നും വലിക്കണില്ല കേട്ടോ, ഇവിടെ നിന്നോട്ടെ. ഇത്രയും നല്ല ഭംഗിയിൽ നിന്നിട്ട് കളയാൻ തോന്നണില്ല. പിന്നെ ഇവിടേക്ക് ഇനിയിപ്പോൾ ഷായിട്ട് കൈക്കോട്ടുകൊണ്ട് ചെത്തി അത് വൃത്തിയാക്കിക്കോളൂ.
ഈ ഷൈറ്റ് കളയ്ക്കുക, അതിൻ്റെ ഒപ്പം ഇങ്ങനെയുള്ള കടകൾ വലിക്കുക, ഇത് രണ്ടും കൂടിയാകുമ്പോഴേ ഒരു പണി നടക്കാത്ത പോലെയും. അതുകൊണ്ടാണ് ഞാൻ അത്യാവശ്യം വലിപ്പുള്ളത് ആദ്യം വലിച്ചിരുന്നത്. പിന്നെ ചെറുതാകുമ്പോൾ ഷൈറ്റിന് ഇങ്ങനെ കളിച്ച് കളിച്ച് സുഖമായിട്ട് പോകാമല്ലോ. ഇത്രയും ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി ഷൈറ്റിനെ. പിന്നെ ഷൈറ്റിനെ കളിക്കാൻ സുഖമായി. അപ്പോൾ ഈ മുളക് ഇപ്പം ഇതിൻ്റെ ഇടയിലൊക്കെ ഓരോ മുളകുകളൊക്കെ ഉണ്ട് നമ്മൾ വലിച്ചിട്ടില്ല. അതൊക്കെ ഞാൻ അങ്ങോട്ട് നീക്കി വെച്ചിട്ടേ അപ്പോൾ അതൊക്കെ പൊട്ടിച്ചെടുക്കും. അതിപ്പോൾ ചെയ്യില്ല, കുറച്ച് കഴിഞ്ഞിട്ട്. കാരണം നമുക്ക് അവിടെ ചീരയുടെ ഭാഗം കുറേ വൃത്തിയാക്കാനുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ കാട്ടി തരാം. നമ്മുടെ ചീര നിൽക്കുന്ന ഭാഗമൊക്കെ ഇതാണ് ഒതുക്കി വയ്ക്കട്ടെ. നമ്മുടെ ഈ പറമ്പുണ്ടല്ലോ ഇപ്പം ശരിക്കും ചീരക്കാട് എന്ന് പറയണതായിരിക്കും നല്ലത്. ഇത് നിൽക്കുന്നത് ഫുള്ള് ചീരയാണ്. അപ്പോൾ നമ്മൾ ഈ ചീരക്കാട് പോലെ ആക്കി എടുത്തതാണ്. കാരണം നമ്മളിവിടെ നട്ടിട്ടുണ്ടായിരുന്നു മുന്നേ കോളിഫ്ലവർ, ബ്രൊക്കോളി, ക്യാബേജൊക്കെ ആയിരുന്നു. അപ്പോൾ അവരൊക്കെ ഉണ്ടാവില്ല കഴിഞ്ഞു. അപ്പോൾ നമുക്കറിയാം ഇവരൊക്കെ നട്ടതിൻ്റെ ഉള്ളിൽ നിറച്ച് ചീരകൾ മുളച്ചിട്ട് നമ്മൾ പല വട്ടം അതിന് അരിഞ്ഞെടുക്കണതൊക്കെ. അപ്പോൾ അതൊക്കെ അരിഞ്ഞെടുത്തെങ്കിലും കൂടിയിട്ട് ആ ചീരകളെ നമ്മളിങ്ങനെ നിർത്തി. അതായത് നല്ല വിത്തുകൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവരെ ഇവിടെ നിർത്തി കൊടുത്തത്. ഇപ്പോൾ അവരൊക്കെ നിറച്ച് നല്ല വിത്തുകളായി കുറേ കൊഴിഞ്ഞു. അപ്പോൾ ഇനി അങ്ങനെ ആകുമ്പോൾ നമുക്കറിയാം നമ്മുടെ അവിടുത്തെ ചീരകളൊക്കെ നല്ല ഹൈറ്റൊക്കെ വരാറില്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള നല്ല കടകൾ ഇങ്ങനെ നിർത്തിയിട്ടാണ് നമുക്ക് അത്രയും ഹൈറ്റും അതേപോലെ നല്ല വലുപ്പമുള്ള ചീരകളൊക്കെ ഉണ്ടാവാറ്. അപ്പോൾ നോക്കിയേ, മുഴുവൻ ചീരക്കാടാട്ടാ. ചീരക്കാടെന്ന് ഞാൻ പേരിട്ടതാട്ടാ. കാരണം അത്ര അധികം ഉണ്ട് കേട്ടോ. അതേപോലെ ഇനിയിപ്പോൾ എന്നിട്ടാണെങ്കിൽ ഈ ഭാഗം മുഴുവൻ വൃത്തിയാക്കി എടുക്കണം എന്നാണ് നമ്മൾ വൃത്തിയാക്കി എടുക്കണം. അപ്പം ഞാൻ ഈ ചീരയൊക്കെ അരിഞ്ഞ് ഓരോ ഭാഗത്തോടും ഷൈഡ് അതിൻ്റെ പിന്നാലെ വേഗം കളച്ച് ഈ ഭാഗമൊക്കെ ഒന്ന് വൃത്തിയാക്കി നമ്മൾ അടുത്ത് നടാനുള്ളതാക്കും കേട്ടോ. ഇനിയിപ്പോൾ കൂർക്കൊക്കെ നടാറായി തുടങ്ങി. അപ്പോൾ അതിനുള്ള തടങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യാനാണ് ഇനി ഈ ഭാഗത്ത് നമ്മൾ ഉപയോഗിക്കുക. അപ്പം ഞാനത് വൃത്തിയാക്കട്ടെ. അത് മാത്രമല്ല ചീര നമ്മൾ പലപ്പോഴും കാട്ടിത്തരാറുണ്ട്, നല്ല വലിപ്പമുള്ള ചീരകൾ. അങ്ങനത്തെ നല്ല ഹൈറ്റുള്ള ചീരയും കാട്ടിത്തരാം. അത് അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ അപ്പുറത്ത് ചീരക്കാട് പോലെ നമ്മൾ നിർത്തിയിട്ടുണ്ട് വിത്ത് കൊഴിയാൻ വേണ്ടിയിട്ട്. ആ ചീരയും കാട്ടിത്തരാം കേട്ടാ. അയ്യോട്ടാ, നമ്മുടെ നോക്കിയേ ഈ ഒരു ചീരക്കടയുടെ ഹൈറ്റ് നോക്കിയേ. നമ്മൾ 9 അടി ഹൈറ്റുള്ള ചീരക്കട കാട്ടി തന്നിട്ടില്ലേ. ഇപ്പോൾ ഈ ഇതിൻ്റെ ഹൈറ്റ് നോക്കിയേ ഇതേപോലെ ആയിട്ട്. അതാ ഇതൊക്കെ ഇവരൊന്നും നമ്മളിപ്പോൾ അരിഞ്ഞ് കളയാനില്ല. ഇവരുടെ കുറച്ചുകൂടി മൂത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞ് കളയുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് ആ ഭാഗമൊക്കെ ഒന്ന് വേഗം വൃത്തിയാക്കി എടുക്കാം. ഒപ്പം ഞാൻ ചീര വിത്ത് കാട്ടിത്തരും ചെയ്യാട്ടോ. അത് മൊത്തം ഞാനിതാ ഇവിടെ നിന്ന് ഇതാ ഒരു കതിര് പൊട്ടിച്ചു കൊണ്ടുവന്നുണ്ട്. ഞാൻ കയ്യിലിട്ടിട്ട് കാട്ടിയതാട്ടാ. കറുപ്പ് കളറിൽ കാണുന്നതൊക്കെ വിത്താണ് കേട്ടാ. അല്ലേ, അത് ഞാൻ വെറുതെ ഒന്നും ആക്കിയിട്ടുള്ളൂ. നന്നായിട്ട് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ കൊഴിക്കുകയാണെങ്കിൽ അതനുസരിച്ച് ഇങ്ങനെ വീഴും കേട്ടാ. ഇതേപോലെയാണ് വിത്തുണ്ടാവുക. അത് കുറച്ചും കൂടെ ഉണങ്ങി കഴിഞ്ഞാൽ നന്നായിട്ടാവും. ഇപ്പോൾ നന്നായി മൂത്ത കാരണമാണ് നമ്മൾ ഇത് അരിഞ്ഞ് കളയണം. അല്ലെങ്കിൽ പിന്നെ ഇവിടെ വീണ്ടും നിർത്തി കഴിഞ്ഞാൽ അതേപോലെ കാട് പിടിക്കും. വേറെ ഒന്നും നമുക്ക് നടാൻ പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ കൂർക്കി ഒക്കെ നടേണ്ട സമയമായി തുടങ്ങി. അപ്പോൾ ഇപ്പോഴേ തന്നെ നമ്മളിതൊക്കെ കളഞ്ഞ് മണ്ണൊക്കെ ഒന്ന് എന്താ പറയുക കുമ്മായവും കാര്യങ്ങളൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചാൽ മാത്രമാണ് നമുക്ക് ആ സമയത്ത് കൂർക്കത്തലേക്ക് നടാനായിട്ട് പറ്റുള്ളൂ. അത് കാരണമാണ് ഇപ്പോൾ നമ്മളിവിടുത്തെ കളയണേ കേട്ടാ. ഇപ്പോൾ കോഴികൾക്കും കൊണ്ടുപോകണില്ല കേട്ടോ നമ്മളവിടെ കൊടുക്കാനൊന്നും. ഇപ്പോൾ ഇവിടെ തന്നെ നമ്മൾ മഴക്കാലമൊക്കെ വരുമ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യാറുള്ളത് തടം കോരിയിട്ടല്ലേ. അപ്പോൾ അങ്ങനെ കോരി നട്ടിട്ടുള്ള സമയത്ത് കുറച്ച് ചാലുകളൊക്കെ ഉണ്ട്, അവിടേക്കൊക്കെ ആയിട്ട് ഇവർ ഇടുള്ളൂ കേട്ടോ. ഞാൻ ഇവിടെ നിൽക്കണ ഒരു ചീരക്കട കേട്ടോ, അത് വെട്ടി കാട്ടി തരാട്ടാ. നോക്കിയേ ഇതേപോലെയാ കണ്ടോ കൊമ്പൻ ജില്ലയും കണ്ട. അതും നമ്മൾ മുന്നേ അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അരിഞ്ഞതിന് ശേഷമാണ് ഇതേപോലെ കൊമ്പൻ ജില്ലയിൽ വന്നോക്കണേ. എത്ര വട്ടം നമ്മൾ ഇത് അരിഞ്ഞ് നോക്കണത് കാട്ടി നോക്കണേ. ഇതേ
നന്നായിട്ട് കുറേ വട്ടം അരിഞ്ഞെടുത്തിട്ടുണ്ട് നമ്മൾ. ഓരോ ചീരക്കട പോകുമ്പോൾ നോക്കി എത്രയും അരിയാ നോക്കി കിട്ടണേ. നമ്മൾ വിചാരിക്കണ പോലെയല്ല. അതെ, ഇത്രയും ഭാഗത്താണ് ഈ ഒരു ചീരക്കട അരിഞ്ഞപ്പോൾ അതേ സ്ഥലം. പിന്നെ നമ്മൾ മുന്നേ ഇവിടെ കൂർക്ക നട്ടിട്ടുള്ള കാരണം തന്നെ അതിൻ്റെ ഓരോ മണികളൊക്കെ കിടന്നിട്ട് ഇതാ കൂർക്കത്തലും തന്നെ മുളച്ച് വന്നിട്ടുണ്ട്. അങ്ങനെ മുളച്ച് വന്നിട്ടുള്ള കൂർക്കത്തല നമ്മൾ കളയില്ല, കാരണം നല്ല മൂത്ത് കിട്ടുമല്ലോ. അപ്പോൾ നമുക്ക് നേരത്തെ കൂർക്കത്തല നടുകയും ചെയ്യാം, നേരത്തെ കൂർക്ക പറിക്കുകയും ചെയ്യാം. അപ്പോൾ അവരൊന്നും കളയില്ല കേട്ടോ. അതൊക്കെ അനുസരിച്ചാണ് നമ്മളിവിടെ ചെത്തി കളയുള്ളൂ. പിന്നെ ഞാൻ ഒരു കാര്യം കൂടി കാട്ടിത്തരാം കേട്ടോ. നമ്മുടെ ഇതിൻ്റെ ഇടയിൽ 2-3 ക്യാബേജുകൾ നിൽക്കുന്നുണ്ട്. അതായത് അത് നമ്മൾ നനച്ചൊന്നും നോക്കിയില്ല. അന്ന് നമ്മൾ ക്യാബേജിൻ്റെ അവസാനിപ്പിക്കുമ്പോൾ വലിയ ക്യാബേജൊക്കെ നോക്കി അന്ന് പൊട്ടിച്ചെടുത്തു. പിന്നെ 2-3 ചെറിയ കടകളാണ് വന്നിരുന്നത്. അവർക്ക് നമ്മൾ നനച്ച് കൊടുക്കാതിരുന്ന കാരണം നമുക്ക് ഇപ്പോൾ പൊട്ടിക്കാൻ കിട്ടും. നനച്ച് കൊടുത്തിരുന്നെങ്കിൽ അവർ കട അടക്കം ചീഞ്ഞ് പോയി ഞാൻ. കാരണം അവരൊരു ടൈം കഴിഞ്ഞാൽ പിന്നെ അവർ നാശമായി പോവുക ചെയ്യുക. ഇതങ്ങനെ നിൽക്കണ കാരണം നോക്കി ഞാൻ കാട്ടിത്തരാം. എന്താ ഈ ചീരക്കട വെട്ടിയാണ്. ഇതേ ഇതിപ്പോൾ മുറിച്ച് കാട്ടിത്തരാം കേട്ടാ. ഇതിപ്പോൾ മുറിച്ചിട്ട് നമ്മളിതാ ഇതിൻ്റെ മുകളിലത്തെ 1-2 ഇലകൾ കളഞ്ഞാൽ മതി. നല്ല ക്യാബേജ് തന്നെയാണ്, നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നേരെ മറിച്ച് ഇത് നമ്മൾ നന്നായിട്ട് നനച്ച് നോക്കിയെങ്കിൽ നമുക്കിങ്ങനെ പറ്റില്ലായിരുന്നു. ഇതിപ്പോഴേ നമ്മൾ മറ്റേ കൺമണിക്കുട്ടിയുടെ വീട്ടിൽ മൊയിലുണ്ട്. മൊയിലിന് ക്യാബേജിനെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. വലിയേച്ചി വന്ന് ഇടയ്ക്ക് കൊണ്ടുപോകാറുണ്ട്. അപ്പം ഞാൻ ഇതൊക്കെയും ഇപ്പം താഴ്ത്തി കിട്ടുന്നതുപോലെ പറക്കി കൊണ്ടുപോകട്ടാ. അപ്പോൾ ഇതേപോലെ ഞാൻ 3-4 ഉണ്ട്, അതൊക്കെ പൊട്ടിച്ചെടുക്കാം നമുക്ക്. എന്നിട്ട് ചീരരിയാം. പിന്നെ ഇതാ ഈ ഒരു വരിയിൽ നിൽക്കുന്നുണ്ട് 2 എണ്ണം. ഇത്രയും സമയം വരെ ക്യാബേജ് നമ്മളവിടെ ഉണ്ടായി കിട്ടാന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യമാണ്. ഒരെണ്ണം കൂടി ഉണ്ട്. നമ്മളിപ്പോൾ കടയിൽ നിന്ന് മേടിക്കുന്ന ക്യാബേജ് ആയാലും എത്ര മുകളിലത്തെ നമ്മൾ ഇങ്ങനെ പൊളിച്ച് കളഞ്ഞിട്ട് ഉപയോഗിക്കുക. ഇതാകുമ്പോൾ കണ്ട ഇത്രയും നാൾ വരെ നിന്നില്ലേ നമ്മുടെ വീട്ടിൽ. 3 ക്യാബേജ്. ഇനി ഉള്ളത് ഭയങ്കര കുഞ്ഞിതാ. അത് പിന്നെ അങ്ങനെ തന്നെ അരിഞ്ഞ് നമ്മുടെ മൊയിലും കുട്ടികൾക്ക് കൊടുക്കാം. നല്ല ഇലകളൊക്കെ എടുത്ത് വയ്ക്കട്ടെ. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ കുഞ്ഞിത് ഒരാളെന്ന്. എന്താ ഇത് നിർത്തണില്ല. ഇതിന് വലുതായി വരാമെന്നുണ്ടെങ്കിൽ ഒരു കാര്യമില്ല. ഇത് മൊയിൽ കൂട്ടി കൊടുക്കാം. ഇനി നമ്മുടെ ചീര അവിടെ വൃത്തിയാക്കാം. നോക്കിയേ ഇത്ര ചീര നമ്മൾ വെട്ടിയിട്ട് വിട്ടാ. ഇനി ഇപ്പോൾ ഒരു 4-5 കടയും കൂടെ ഉള്ളോ. ഷായിട്ടത് അവിടെ കളിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചീരയുടെ ഈ ഭാഗമൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഷായിട്ട് കളച്ച് വൃത്തിയാക്കാനേ പറ്റുള്ളൂ. അപ്പം ഞാൻ അവിടെ ഷായിട്ട് കളിക്കുന്നുണ്ട്. നമ്മൾ അവിടെ മുളകിൻ്റെ കട വലിച്ച് കളഞ്ഞിട്ടാണല്ലോ ഇങ്ങോട്ട് പറഞ്ഞത്. അപ്പോൾ ഷായിട്ടിൻ്റെ എന്താ പറയുക കാട്ടിയാനായിട്ട് കളിച്ചിട്ട് ഷായിട്ട് വേഗം സ്പീഡിൽ കളിക്കും. നോക്കിയേ ഞാൻ ഇവിടുത്തെ ആ ചീരക്കടയില്ല മുളകിൻ്റെ കട വലിച്ചിട്ടിട്ട് അവിടെ അത്രയും ഭാഗം ചീര അരിഞ്ഞ് കഴിപ്പിക്കും. കണ്ട അതെ ഇത്രയും ഭാഗം വൃത്തിയാക്കൽ കഴിഞ്ഞു.
ഇന്നലെ ഒരു ദിവസം കൊണ്ടാണ് ചെയ്യില്ലായിട്ട് ഷായിട്ടൻ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഇങ്ങനെ വന്ന് ചെയ്യാം. അതാണ് ഷായിട്ട് എപ്പോഴും പറമ്പിൽ കൈക്കോട്ടായിട്ട് നമ്മൾ കാണുന്നത്. രാവിലെ പണിക്ക് പോകണേക്കാളും മുന്നേലും കുറച്ച് നേരം ഒന്ന് കളച്ചിട്ടാണ് പണിക്ക് പോവുള്ളൂ. 2 ദിവസം മഴ പെയ്യാണ്ടായപ്പോഴേ ഇന്നൊരു മഴക്കാറൊക്കെ ഉണ്ട്, പക്ഷെ മഴ പെയ്തിട്ടില്ല കേട്ടാ. അതിൽ ഷായിട്ടാ ആ ചീര അവിടെ കട അരിഞ്ഞിട്ട് തിന്നിട്ട് ചെയ്യണ്ടേ ഞാന്? അതൊക്കെ അവിടെ കിടന്നോട്ടെ. അവിടെ ഞാൻ തടങ്ങൾ ശരിയാക്കുമ്പോ അതിലേക്ക് ചാരിന്റെ ഉള്ളിലേക്ക് ഇട്ട് ക്ലിയർ ആക്കിക്കോളാം. പിന്നെ നമ്മുടെ അവിടെ ഒരു ചാമ്പിന്റെ കണ്ടാ? ചാമ്പ അവിടെ കായുണ്ടായിട്ട് വന്ന് കേട്ടോ. ഒരു ചാമ്പക്കായ ചെറിയൊരു തയ്യായിരിക്കുമ്പോൾ നമ്മൾ നഴ്സറിയിൽ പോയപ്പോൾ അവർ 3 കായിട്ടുണ്ടായിരുന്നു. ചെറിയ തയ്യായിരുന്നു കേട്ടോ. നല്ല ഭംഗിയാ കളർ കണ്ടിട്ടാണ് ഞാൻ ആ ചാമ്പത്തൈ മേടിക്കാന്ന് വെച്ചത്. അപ്പോൾ കായ തിന്ന് നോക്കിയിട്ട് മേടിക്കാന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അത് പറ്റില്ല, തൈ ഫുള്ളായിട്ട് മേടിക്കുകയാണെങ്കിൽ കായ പൊട്ടിച്ച് തിന്നോളെ. അപ്പോൾ അന്ന് ആ കായ പൊട്ടിച്ചത് അപ്പോൾ നല്ല ടേസ്റ്റ് തോന്നി. അപ്പോൾ അതിപ്പോൾ എല്ലാം ഇപ്പോൾ വെച്ചിട്ട് 2 വർഷമായി ഉണ്ടാവും അല്ലേ? 2 ആവണല്ലോ. ഞാനാണെങ്കിൽ അത് വേഗം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടേ എന്ന് നോക്കണു. ഇപ്പോൾ അതൊരുവിധം വലുപ്പമായിട്ട് കായ ഉണ്ടാവാണ്ട് നിന്നപ്പോൾ എന്താണാവെന്ന് വെച്ചു. പക്ഷെ ഇപ്പം അത്യാവശ്യം ഉണ്ടച്ച് പന്തലിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ ചുവപ്പ് കളർ കണ്ടപ്പോൾ നോക്കിയപ്പോൾ കായുണ്ട്. ഷായറ്റിനും കൂടി ഒരുമിച്ച് കാണിക്കാന്ന് വെച്ചു. ആയിഷേട്ടാ അത് ഞാൻ പൊട്ടിച്ചെടുക്കാം. ലാസ്റ്റ് ഞാൻ പൊട്ടി കഴിഞ്ഞപ്പം അത് കഴിഞ്ഞ് പൊട്ടി. ഇതാണ് നമ്മുടെ ചാമ്പ. നോക്ക് ഷേട്ടാ, ഇതിന്റെ ഞാൻ അവിടെ നിന്ന് അരിയുമ്പോൾ ചുവപ്പ് കളർ കണ്ടത് ഷേട്ടാ. അപ്പളാ വന്ന് നോക്കിയേ, ഞാൻ കണ്ടതേ ചെറിയ മുട്ടുകൾ മാത്രം. നോക്കിയ ഷേട്ടാ ഇതേ കളർ കണ്ടിട്ടാ. ഞാൻ അന്ന് ഷായേട്ടനുണ്ടായിരുന്നില്ല ചേട്ടാ, അന്ന് ഞാൻ നഴ്സറി പോകും. അയ്യോ കൊഴിഞ്ഞു. നോക്കിയ പ്രത്യേക മെറൂൺ കളർ, ബ്ലഡ് എന്താ പറയാ, അങ്ങനത്തെ ഒരു കളർ അല്ലേ? നോക്കിയ അത് ഇതിന്റെ അടിയിൽ നോക്കിയേ. ചേട്ടൻ തന്നെ പിടിച്ചേ ഈ കൊമ്പ് ഇങ്ങനെ ഒതുക്കി പിടിക്കട്ടെ, ഞാൻ കാണിക്കട്ടെ. ദേ താഴെ നോക്കിയേ. അയ്യോ അതേ കൊഴിയാണ്. അടിയിൽ കൊഴിഞ്ഞു കിടക്കുന്നുണ്ട്. അതെ നോക്കി കണ്ടാ. അയ്യോ എന്തോ ഇനിയാ പൊട്ടിക്കട്ടെ ഞാൻ നോക്കിയേ ഭംഗി. അയ്യോ ഇതല്ല അത്, ഇത് എന്താ പറയാ കൊഴിഞ്ഞ കാരണം. ഇതാണ് ശരിക്കുള്ള കളർ. ഈ കളറാ വരിക, ഈ ഒരു ഷേപ്പ് കണ്ടാ, ഈ ഒരു ഷേപ്പ്, ഈ ഒരു കളർ എന്ത് ഭംഗിയെന്നറിയോ ണ്ടാ. നമ്മുടെ സാധാരണ തിന്നണ ചാമ്പക്കായുടെ ഒരു ടേസ്റ്റ് അല്ല കേട്ടോ അത്. ഇതും പൊട്ടിക്കാലോ ഷൈറ്റാ, ഈ കളറായതു രണ്ടെണ്ണം. ഷൈറ്റാ പിന്നെ ഒന്ന് തിന്ന നമുക്ക് ഒരെണ്ണം. ഇതാണ് ശരിക്കുള്ള കളറ്. ഈ നന്നായി ഇത് തിന്ന് നോക്കിയേ. കൈമ ചീരി കഴിഞ്ഞിട്ട് അഴുക്കുണ്ട്, സാരില്ല തുടയ്ക്കാം. നമുക്ക് അങ്ങനെ നോക്കിട്ട് ഒന്നും തിന്നാൻ പറ്റില്ല. ഭയങ്കര ടേസ്റ്റ് പറഞ്ഞാല് ഈ ചാമ്പ കിട്ടിയില്ലേ, ഒന്നല്ല. ഇതിനകത്ത് മാത്രല്ല കുരുവില്ലാട്ടാ, കുരുണ്ടാവില്ല. അതിലും ഉണ്ടാവില്ല. നോക്കി അന്നാള് പറഞ്ഞിട്ട് കുരുണ്ടാവില്ലാന്ന്. ഇല്ല കുരുല്ല. അല്ല ഇത് ടേസ്റ്റ് ഒരു കഷ്ണം മക്കൾക്ക് വയ്ക്കാം. ഈ ഒരു ചാമ്പയില്ലേ, ഈ ചാമ്പയുടെ ഇലയ്ക്ക് അത് ഞാൻ ആദ്യം അറിയുന്നുണ്ടെങ്കിൽ കേട്ടാ, ഇതിൻ്റെ ഇല എപ്പോഴും ഇങ്ങനെ കരിഞ്ഞ് നിൽക്കും. അപ്പോൾ അതെന്താണെന്ന് അറിയില്ല. ആദ്യം ഞങ്ങൾ ഇതേപോലെ അപ്പുറത്ത് തീയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇത് കരിഞ്ഞാണ് വിചാരിച്ചത്. പക്ഷെ അതല്ല, ഇതിന് ഇങ്ങനെ കരിച്ചിലുണ്ട് ഇലയ്ക്ക്. ആർക്കും അറിയുന്ന വെച്ചെന്ന് പറഞ്ഞു. ചെറിയ ചെറിയ കായ്കളൊന്നും നിറച്ച് ഇപ്പൊ ആ പൂ കണ്ടപ്പോൾ ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചതിൻ്റെ ഉള്ളിലേക്ക്. അപ്പോളാ ഉണ്ട്. ഇനിയിപ്പോ നന്നായി ഉണ്ടായി തുടങ്ങൂട്ടാ. ഇനിയിപ്പോ നോക്കണം, അന്നാന്നത്തെ പഴുത്ത് പൊട്ടിക്കാം. അയ്യോ അയ്യോ പോയി. ഇല്ല സാരില്ല, ഒന്ന് കഴുകിട്ട് അതിലെടുക്കാം. നോക്കട്ടെ നോക്കട്ടെ. കുഴപ്പമില്ല. ഇല്ല കാണാനില്ല. എൻ്റെ ഉള്ളിലേക്ക് പോകണ്ടായിരുന്നില്ലായിരുന്നു ചേട്ടൻ. ഇനിയിപ്പോ നമുക്ക് ഇനി പണിയണ്ടല്ലോ. കൊട്ടയിലിടാം. പൊട്ടി. ഇനി നമ്മുടെ മഞ്ഞമുളക് ഇട്ടാ. മഞ്ഞമുളക് എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ട് നമുക്ക് കൂടുതൽ കമൻറ്റ് വരുന്നത് മഞ്ഞമുളക് കാണിക്കുന്ന ദിവസം മുളകിനെ കുറിച്ച്. കാരണം കണ്ടോ പ്രത്യേക ഭംഗിയല്ലേ മുളകിനെ, കണ്ടാ എല്ലാവർക്കും എന്ത് ഇഷ്ടം. ഇതിപ്പോൾ കാണുന്ന പോലെ ഇല്ലാട്ടാ, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊട്ടിക്കാൻ കിട്ടുന്നുണ്ട്. അപ്പം ഇന്നത് പൊട്ടിച്ചെടുക്കാം. കണ്ട ഉടനെ ഇതേപോലെയാണ് നമ്മുടെ മുളക്. പിന്നെ അത് എങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടാതിരിക്കുക. മഞ്ഞയ്ക്ക് തന്നെ ഒരു പ്രത്യേക കളറല്ല മഞ്ഞ. ഇപ്പുറത്ത് നോക്കിയേ, ഒരു കൊമ്പ് കാട്ടിത്തരാം.
നോക്കിയേ ഉണ്ടാ മുളക് ദേ എന്ത് ഭംഗിയാ നോക്കിയേ കണ്ടതേ പച്ച അതായത് ഈ മഞ്ഞയുടെ കളറിനാണ് കേട്ടോ പ്രത്യേകത. ഇതിൻ്റെ അടിയിലുണ്ട് കണ്ടാ ഇപ്പുറത്തും ഉണ്ട് ഒക്കെ ഉണ്ട്. തൊട്ട് കാണിക്കാനാണെങ്കിൽ അതിൻ്റെ നിരയുള്ളതൊക്കെ നല്ല വലിപ്പമുണ്ട്. എൻ്റെ കയ്യമ്മ കാണുന്നത് ചീര അരിഞ്ഞതിൻ്റെ കറിയാണ് കേട്ടാ. നമ്മൾ ചീരകൾ കൂട്ടി പിടിച്ച് അരിഞ്ഞതിൻ്റെ. അപ്പം ഇതൊക്കെ പൊട്ടിച്ചെടുക്കട്ടെ. നമ്മുടെ ഈ മഞ്ഞമുളക് കൊണ്ട് ചമ്മന്തി അരയ്ക്കുമ്പോഴില്ലേ ഭയങ്കര ടേസ്റ്റ്. ഇപ്പം തന്നെ ചാമ്പക്കായുടെ കാര്യം പറഞ്ഞില്ല, അതേപോലെ ഒരു വെറൈറ്റി ടേസ്റ്റ് ചമ്മന്തിക്ക്. കൊട്ട അങ്ങോട്ട് എടുക്കട്ടെ, അല്ല എൻ്റെ കയ്യിൽ പ്ലിങ്ങും. മുളകിൻ്റെ തണ്ടിന് എന്ത് വില നോക്കിയ വലിപ്പണ് ഉണ്ടാ. അയ്യോ ചില്ലോടിയാണോ, കത്രിക വേണ്ടതായിരുന്നു. ഭയങ്കര ബലം എന്ന് പറഞ്ഞില്ലേ, അതിന് വേഗം വേഗം പൊട്ടിക്കാൻ പറ്റാത്ത. ഇപ്പം എത്ര പ്രാവശ്യമല്ലേ നമ്മൾ മഞ്ഞമുളക് പൊട്ടിക്കുന്നു. നോക്കിയേ എന്തോ മഞ്ഞമുളകും കാണാൻ വയ്യ, നമ്മുടെ ചാമ്പക്കയും കാണാൻ വയ്യ. അപ്പം ഇനി കഴിഞ്ഞു, നമുക്ക് വീട്ടിൽ പോകാട്ടാ. വെല്ലേച്ചി വെല്ലേച്ചി എന്താ നമ്മുടെ മൊയിലും കുട്ടികൾക്ക് കാബേജിൻ്റെ അല്ല എവിടെ ചേച്ചി? ആ ചേച്ചിയാ കാബേജ് കറി വയ്ക്കട്ടെ ചേച്ചിയാ. അവസാനം തുടങ്ങി കാബേജ്. ഇത് മൊയിലും കുട്ടിക്ക് ഇതിലൊരു കാബേജ് ഉണ്ട്. ചേച്ചിക്ക് കാബേജ് ഞാൻ അത് അവിടെ ഉണ്ട് ചേച്ചി, നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട്, എപ്പോഴും കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഇത്ര വൈകിട്ട് ചേച്ചി മഞ്ഞമുളക് വേണ മഞ്ഞമുളക് ചേച്ചി ഈ ചാമ്പയ്ക്ക ഇത് നോക്കി ചേച്ചി, ഇവിടെ ഈ ചേച്ചി ചാമ്പയുടെ പോലെയല്ല, ഇതിന് വെറൈറ്റി ടേസ്റ്റ്. ഇത് നമ്മുടെ അടുത്തല്ല, അവിടെ ഉള്ളത് കഴിച്ചേക്ക. ഇതിൽ കുരുവില്ല ഇല്ലല്ലോ, നല്ല ടേസ്റ്റ് അല്ലേ? നല്ല എന്നാ എടുത്ത് വെച്ചി. ഓ എന്നാ ഇത് മാത്രല്ല ചമ്മന്തിക്ക് അരയ്ക്കുമ്പോഴേ സൂപ്പറാ മുളക് കിട്ടാ. വലിയേട്ടന് കൊടുത്ത് വെച്ച് ഒരു ചാമ്പക്കായ ടേസ്റ്റര് വലിയേട്ടന് കഴിക്കട്ടെ. നമ്മുടെ അവിടത്തെയല്ലല്ലോ ചേച്ചിയുടെ ആകുമ്പത്തെ ചാമ്പാമത്തെ കായ് പൊട്ടിക്കാൻ വരണേ എനിക്ക് വേറെ രസം. ആ ചിലപ്പോൾ ഞാൻ ഇന്ന് വൈകിട്ട് തന്നെ വരും പൊട്ടിക്കാനായിട്ട്. ഇതെന്തായാലും ഇവിടെ ഇരിക്കട്ടെ. നമ്മുടെ കാലത്ത് ചോളം പൊട്ടിച്ചിട്ട് ആ ഒരു ഭാഗം കൂടെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ഇനി കയറാം വീട്ടിലേക്ക്. നമ്മുടെ ഈ ഒരു ചെടിക്കിട്ടാ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇതെന്താണ്, വിത്ത് എന്താണോ എനിക്കറിയില്ല, അറിയണോടൊന്ന് പറഞ്ഞോ നോക്കട്ടാ. ഇതും കൂടി കളഞ്ഞു വെച്ചാലേ ഷായേട്ടനാണെങ്കിലോ കളിക്കാൻ വരുമ്പോഴേ ഈ ഭാഗം വേഗം വൃത്തിയാക്കാൻ പറ്റും. അയ്യോ ചിലത് വലിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പം നമുക്ക് വെട്ടുകുത്തി കൊണ്ട് അതിൻ്റെ കട വെച്ച് വെട്ടാൻ നല്ലത്. വെട്ടുകുത്തി പിന്നെ ഇവിടെ തന്നെ ഇരിക്കും കേട്ടാ, നമ്മുടെ ഓരോ ആവശ്യങ്ങൾക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. ഇത് കഴിഞ്ഞു, ഇതെടുത്ത് കൊണ്ടിട്ട് അവിടെ അറ്റത്ത് തെങ്ങിൻ്റെ അടയുണ്ട്, അവിടെ കൊണ്ടിടും. വെട്ടുവത്തി നമ്മളിവിടെ തന്നെ ഇരുന്നോട്ടെ. ഇവിടെ തന്നെ വെച്ചിട്ടുണ്ടെങ്കിലേ എപ്പോഴും അന്വേഷിക്കുമ്പോൾ കിട്ടും.
അല്ലുമണി അല്ലുമണിക്ക് മീമി തിന്നണ്ടേ? മീമി തിന്നണ്ടേ? മീമി കൊണ്ടുവരാട്ടാ. നമ്മുടെ അല്ലേ ഇപ്പോൾ പേളിയും കുട്ടികളുള്ള കാരണം ഇപ്പോൾ ചെറിയേട്ടൻ്റെ അവിടെ ആ കാറിൻ്റെ അടിയിലൊക്കെ എടുക്കുക. എന്താ പറയുക, കാലത്ത് പാലൊക്കെ കുടിക്കുക, രാത്രിയിൽ ഇവിടുത്തെ വണ്ടിയുടെ മുകളിൽ കയറി കിടക്കും, പകല് മുഴുവൻ അവിടുത്തെ വണ്ടിയുടെ അടിയിൽ പോയി കിടക്കും. ഇപ്പോൾ നമ്മൾ വിളിച്ചപ്പോഴാണ് എനിക്ക് വന്ന് നോക്കണേ. അപ്പോൾ മീമി കൊണ്ടുവരാട്ടാ. കൊണ്ടുവരാൻ പോണേ. അടിപണിയേ, ഇങ്ങനെ മീമി തിന്നിട്ടില്ലല്ലോ. മീമി തിന്നണ്ടേ? ദേ ഇനി കുറേ നേരം ഞാൻ പറയണല്ലോ കഴിക്കണമെങ്കിൽ. പിന്നെതാ ഇതും കുഞ്ഞൊരു കഷ്ണം കൂടെ നോക്കിയിട്ട് കേട്ടാ. കഴിച്ചോ. മീനൊന്ന് കടിച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല, തിന്നോളൂ. ഇനിയിപ്പോൾ അവളോട് എന്ത് തിന്നട്ടെ. അച്ഛനോടി അയ്യോ വാ തുറക്കണ്ടേ? എല്ലാവർക്കും അകത്തേക്ക് ഇറങ്ങണം. അകത്തേക്ക് ഇറന്നാലും അവർക്കുള്ള പാപ്പ് കിട്ടും. ഇതിന് അതെ, ഇവർക്ക് ഓരോ പാത്രത്തിൽ വെച്ച് ശീലിപ്പിക്കുകയാണേ. അപ്പം ഇവർ അവൻ്റെ അടുത്ത ഫുഡ് നല്ലതാണാവോ വെച്ചിട്ട് അപ്പുറത്തേക്ക് പോകും ഒരാൾ തലയും കൊണ്ട്. ചില സമയത്ത് ചിലപ്പോൾ നല്ല കുട്ടികളായിട്ട് കഴിക്കും. ആരത് വേറെ പാത്രത്തിൽ പോയി തപ്പണല്ലേ? ഈ പാത്രത്തിലുണ്ടല്ലോ. കല്യാണി കുട്ടിയുടെ ഈ പാത്രത്തിലുണ്ടല്ലോ. എൻ്റെ മോളി ഇതിന് തിന്നേ. കല്യാണി കുട്ടിയുടെ പാത്രം ഇത് ഇതിന് തിന്നെ. അപ്പം ഇതാ അടുത്ത ആൾ പോയി ഇതിന് തിന്നടാ. അപ്പുറത്തെ പാത്രത്തിൽ ഇച്ചിരി കൂടുതൽ കാണുക. സ്വന്തം പാത്രത്തിൻ്റെ കഴിഞ്ഞു തുടങ്ങി. അപ്പോൾ വേഗം അപ്പുറത്തേക്ക് തലയിടുക. ഇവിടെ ഒരാൾ ഇതില്ലടാ. ഫ്ലാറ്റിന് കൂട്ടാ. ഫ്ലാറ്റിൻ്റെ പാത്രത്തിന് ഫ്ലാറ്റിന് കഴിക്കുക. ഇപ്പം ഈ പുല്ലിൽ കളിക്കാനാണ് ഇവർക്ക് ഇപ്പം ഏറ്റവും ഇഷ്ടം കേട്ടാ. എല്ലാവരും ഉണ്ട്. ഈ കുത്തിമറിഞ്ഞുള്ള കളികളാണ്. എൻ്റെ ചെടിയൊക്കെ നശിക്കുന്ന ഒന്നുണ്ട് ഇവർ. ഇതെന്താ മെസ്സിക്കൂട്ട എന്താ ചെയ്യണേ? പുല്ല് പിടിച്ച് വലിക്കണൊക്കെ ഉണ്ടല്ലോ മെസ്സിക്കൂട്ടാ. വികൃതി കുട്ടികൾ എന്ന് പറഞ്ഞാൽ പോരാ, നല്ല വികൃതി കുട്ടന്മാരായിട്ടുണ്ട് ഇപ്പോൾ. ഇവിടെ ഒരാൾ എൻ്റെ ചെടി തരം ഉള്ളിയിൽ പോയിരിക്കണം. ഇതെന്താ ചെയ്യണേ? ഇത് വലുതാണ് വരെ ഇനി എൻ്റെ കുറേ ചെടികൾ പോകുന്നുള്ള കാര്യത്തിൽ ഉറപ്പാട്ടാ. മെസ്സിക്കൂട്ടോ അതൊക്കെ കടിച്ച് തിന്നുണ്ടല്ലോ. ഈശ്വര വല്ല പുല്ലുകൾക്ക് വല്ല കുഴപ്പമുള്ളതൊക്കെ ഉണ്ടാണാവും. അതെ, ഇവിടെ 2 ചെടി ഞാൻ വെച്ച് പിടിപ്പിച്ച് വരേണ്ടിയിരുന്നത് 2 നശിപ്പിച്ചു. ഒരു രക്ഷയില്ല. ഇതേ അമ്മക്കുട്ടിയാണെങ്കിൽ ഇവിടെ കിടന്ന് നടക്കുന്നുണ്ട്. നമ്മുടെ പേടിക്കുട്ടിയെ ഇവരെന്താ ഇവിടെ ചെയ്യണേന്ന് നോക്കിയാൽ നീ വല്ല അറിയണുണ്ടാ? എൻ്റെ ചെടിയൊക്കെ ഇതേ നശിപ്പിക്കുന്നുണ്ട്. അവൾ നോക്കി ഒരു മൈൻഡില്ലാണ്ട് ഇതാ പോണ്. അവരെന്തെങ്കിലും ഇവിടെ ചെയ്തോട്ടെ എന്നുള്ള പോലെയാണ്. അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ കേട്ടാ. അപ്പം ഞാൻ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം.